2024 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ സർവൈവൽ മൂവിയാണ് റിവർ ഓഫ് ബ്ലഡ്. വളരെ അധികം അപകടം പിടിച്ച ഒരു കാട്, മനുഷ്യനെ കണ്ടാൽ കടിച്ചു പറിച്ചു തിന്നുന്ന നരഭോജികളുള്ള കാട്. ഇതൊന്നും അറിയാതെ ആ കാട് ചുറ്റിക്കാണാൻ വേണ്ടി കുറച്ചു പേര് അങ്ങോട്ടേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പുറത്തു കിടക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് പറ്റുന്നില്ല. അവരെങ്ങനെയായിരിക്കും അവിടുന്ന് രക്ഷപ്പെടുന്നത്? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ സൗത്ത് ഏഷ്യയിലുള്ള വലിയ ഒരു കാടാണ് കാണിക്കുന്നത്. അവിടെ 2-3 പേര് ചേർന്ന് മിഷനൊക്കെ വെച്ച് മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വെച്ച് ആരോ ഒരാള് മരങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മൂടി നടക്കുന്നത് ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാടല്ലേ, ചിലപ്പോ അവിടെ താമസിക്കുന്ന വല്ല ആദിവാസികളോ ആയിരിക്കും. അത് വലിയ കാര്യമാക്കാതെ അയാൾ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും കൂടെയുള്ള ഒരാളാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി കാടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. അതൊന്നും നോക്കിക്കൊണ്ട് ഇയാൾ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് നേരത്തെ കാട്ടിലേക്ക് പോയ ആളില്ലേ, അയാള് മറിഞ്ഞു വീഴുന്നത് പോലെ ഇയാൾ കാണുന്നത്. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ഒരു കോടാലിയും കയ്യിലെടുത്തുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് പോകുന്നു. എന്നാൽ അവിടേക്ക് ചെന്നതും കണ്ട കാഴ്ചയിൽ ഇയാൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറെ രക്തവും പിന്നെ മറ്റേ ആളുടെ അറ്റുപോയ ഒരു വിരലുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഇനി ഇവിടെ നിന്നാൽ പണിയാവുമെന്ന് മനസ്സിലായതും ആള് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ഓടുന്നതിനനുസരിച്ച് ഇയാളെ ആരോ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കി ഓടുന്നതിന്റെ ഇടയിൽ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കുഴിയിലേക്ക് വീഴാനായിട്ട് പോയെങ്കിലും ഒരു വിധത്തിലാണ് അവിടുന്ന് ചാടി കയറി പിന്നെ ഓടുന്നത്. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മറ്റൊരു ട്രാപ്പിൽ ആൾ കുടുങ്ങിപ്പോയി. പണി കിട്ടി തല കീഴായിട്ട് തൂങ്ങിയാടുമ്പോഴാണ് വെട്ടുകത്തിയൊക്കെ പിടിച്ച് ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരു കാട്ടുവാസി ഇയാൾ കാണുന്നത്. നല്ല ജീവനങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് വെറും ഒരു കാട്ടുവാസിയല്ല കേട്ടോ, നല്ല അസല നരഭോജിയാണ്. മനുഷ്യന്മാരെ കണ്ടാൽ വെട്ടിക്കണ്ടിച്ച് തിന്നുന്ന ഐറ്റം. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കോടാലിയാണെങ്കിൽ തറയിലും വീണുപോയി. എന്നാൽ ആ നരഭോജിയാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് വന്നതും അയാളുടെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി മാറ്റി വെച്ചിട്ട് നേരത്തെ തറയിൽ വീണ കോടാലിയില്ലേ, അതെടുത്ത് ലങ്ങേരെ നോക്കി ഒരൊറ്റ വിട്ട്. ഇവിടെ മുതലാണ് കഥയുടെ തുടക്കം. അടുത്തതായിട്ട് ഇതേ കാടിന്റെ താഴെയുള്ള ഒരു റിസോർട്ടാണ് കാണിക്കുന്നത്. അവിടെ ടൂറിന് വന്നിരിക്കുന്ന 2 കപ്പിൾസ് ആണ് നമ്മുടെ ഈ മൂവിയിൽ കഥാപാത്രങ്ങൾ. ഇവളുടെ പേര് ജാസ്മിൻ, ജാസ്മിന്റെ ഹസ്ബൻഡ് ആണിത്, പേര് റിച്ചി. പിന്നെ ഇത് മായയുടെ ഹസ്ബൻഡ് അജയ്. ഇവരെല്ലാവരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതും. ഇപ്പോ ഈ റിസോർട്ടിലേക്ക് വരാനുള്ള പ്രധാന കാരണം തന്നെ തൊട്ടടുത്തുള്ള ആ കാട് എക്സ്പ്ലോർ ചെയ്യണം. പോകുന്നതിന് മുന്നേ മുഴുവനും ചുറ്റി നടന്ന് കാണണം, അതിനുവേണ്ടിയാണ്. അങ്ങനെ വൈകുന്നേരമായതും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒന്നാമത്തെ കാരണം നമ്മൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുവല്ലേ. രണ്ടാമത്തേത് എന്റെ ഷെയർസ് എല്ലാം ഞാൻ വിറ്റു, അതുകൊണ്ട് ഈ ട്രിപ്പിന്റെ ചെലവ് മുഴുവൻ എന്റെ വക. അതും പറഞ്ഞ് റിച്ചി എല്ലാവരുടെ ഗ്ലാസ്സിലും ഷാമ്പയിൻ ഒഴിച്ചു കൊടുത്ത് എൻജോയ് ചെയ്യുവാണ്. പക്ഷേ അവന്റെ ഈ സന്തോഷമെല്ലാം കണ്ടിട്ട് അജയ്ക്ക് നല്ല അസൂയ തോന്നുന്നുണ്ടായിരുന്നു. അതവൻ അവന്റെ വൈഫ് മായയോട് തുറന്ന് പറയുകയും ചെയ്തു. ഇത് നോക്കുമായ, അവൻ നമ്മളെ അവന്റെ കമ്പനിയിലെ ഒരു പാർട്ണറായി മാറ്റുമെന്ന് കരുതിയാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അവനാണെങ്കിലോ ഷെയർസ് മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് യാത്രയുടെ ചെലവ് മുഴുവൻ അവൻ ഏറ്റോളം പോലും. അതിന് മാത്രം എന്ത് ചെലവാകാനാ? അവൻ ഇങ്ങനെ സ്വയം പോഴ്ത്തുന്നത് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അജയ്, അവൻ പണത്തെ പറ്റിയല്ല സംസാരിച്ചത്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ പറ്റിയാണ്. നമ്മളും കൂടെയുള്ളത് അവന് വലിയ സന്തോഷമാണ്. എന്തിനാ വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ട്രിപ്പ് കുളവാക്കുന്നത്? അതും പറഞ്ഞ് അവൾ അല്പം റൊമാൻറ്റിക് ആയി വന്നതും ആ സമയത്താണ് അവനൊരു കോള് വരുന്നതും. ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലാക്കിയ അവൾ പതിയെ എണീറ്റ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പിറ്റേന്നായതും എല്ലാവരും പറഞ്ഞ പോലെ ട്രിപ്പിന് വേണ്ടി കാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിക്ക് എന്ന പേരുള്ള ഒരാളാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും മല വഴിയല്ല, നദിയിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. ചില സമയത്ത് നദിയിലെ വെള്ളം കൂടുതലായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. അതും പറഞ്ഞ് അയാൾ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവരുടെ യാത്ര തുടങ്ങാനായിട്ട് പോവുകയാണ്. കയാക്കിങ്ങിനാണ് പോകുന്നത്. 2 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ചെറിയ 2 ബോട്ടുകൾ. ഓരോ ബോട്ടിലും ഓരോ കപ്പിൾസ് വീതം കയറുന്നു. അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ബോട്ടിലായിട്ട് നിൽക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ വെള്ളത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിലപിടിപ്പുള്ള ഫോണോ ഓർണമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഈ ബാഗിലേക്ക് ഇട്ടോ, ഇത് വാട്ടർ പ്രൂഫാ. അത് കേട്ട് എല്ലാവരും അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ബാഗിലിട്ടപ്പോൾ അജയ് മാത്രം ഒന്നും ഇടുന്നില്ല. നീ എന്താടാ ഒന്നും ഇടാത്തത്? അത്രയ്ക്ക് വല്ല രഹസ്യമുണ്ടോ ഫോണില്? അങ്ങനൊന്നുമില്ല, ഞാൻ ഇടുന്നില്ല, അത്രേ ഉള്ളൂ. അവരാരും അത് വലിയ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവർ യാത്ര തുടങ്ങുകയാണ്. 4 പേർക്കും എങ്ങനെയാണ് കയാക്കിങ് ശരിക്കും ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കാരണം ആദ്യം കുറച്ചു നേരം നിക്ക് അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നു. അതിനുശേഷമാണ് യാത്ര തുടങ്ങുന്നതും. മുന്നിലായിട്ട് നിക്ക് അയാളെ ഫോളോ ചെയ്ത് ബാക്കി 2 പേരും പുറകിൽ. എന്നാൽ അല്പ ദൂരം ചെന്നതും പെട്ടെന്നാണ് ജാസ്മിൻ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നത്. ബോട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കിയ ശേഷം അവള് വേഗം പുറത്തേക്ക് ഇറങ്ങി ഛർദ്ദിക്കാൻ തുടങ്ങി. റിച്ച് ചെന്ന് അവളുടെ പുറകെ വിളിച്ചത് അവൾ പെട്ടെന്ന്
ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തുപറ്റി, എന്താ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യാൻ? എന്നാൽ റിച്ചിയുടെ ചോദ്യത്തിന് അവൾ ആകെ ടെൻഷനാകുന്നു. എന്തോ ഒരു കള്ളത്തരമുള്ള പോലെ. ഒരു പക്ഷേ അത് മനസ്സിലായിട്ടായിരിക്കാം. അതിനെപ്പറ്റി അവൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അവളും നോക്കിയായതും അവര് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ കാടിന്റെ മറ്റൊരു വശത്ത് കപ്പിൾസായ 2 ബൈക്ക് റൈഡേഴ്സ് അവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. കൂടെ തന്നെ ഫോണിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതിന് നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. എങ്കിൽ പിന്നെ കാടിനുള്ളിലേക്ക് പോയി കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ 2 പേരും കൂടി കാടിനുള്ളിലേക്ക് പോകുന്നു. അങ്ങനെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ബൈക്ക് റൈഡേഴ്സിനെ പോലെ 2 പേരും കൂടി കാട് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് മുന്നിൽ പോയ അയാളുടെ തലയിൽ ആരോ വെട്ടുന്നത്. ഇത് കണ്ട ആ ലേഡിയാണെങ്കിൽ പെട്ടെന്ന് ബാലൻസ് തെറ്റി താഴേക്ക് വീഴുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒരു വിധത്തില് അവൾ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ തല വേറെ ഉടല് വേറെ എന്ന രീതിയിൽ 2 കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണ് അയാൾ. പിന്നെ പറയണ്ടല്ലോ, നിലയും വിളിച്ച് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. പക്ഷേ എങ്ങോട്ട് ഓടണം, ഏത് വഴി പോകണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ബൈക്കിൽ നിന്ന് വീഴുന്ന വഴിക്ക് ഒരു കാലിന് പരിക്ക് പറ്റിയത് കാരണം നന്നായിട്ട് ഓടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തില് ആ കാലം കൊണ്ട് വേച്ച് ഓടി ചെന്ന് നിൽക്കുന്നത് ഒരു വലിയ ഗുഹയുടെ മുന്നിലായിരുന്നു. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അവൾ അതിനകത്തേക്ക് ഓടിക്കേറുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നോ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോ എന്നൊന്നും അറിയില്ല. ആകെ പേടിച്ച് വിറച്ചിരിക്കുവാണ്. ഇരുട്ടായത് കാരണം അതിനകത്തൊന്നും നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവള് വേഗം പാന്റിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ചു നോക്കുന്നു. അതിന്റെ വെട്ടത്തില് ഗുഹയിലെ ചുവരുകളിലായിട്ട് എന്തൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്ന അവൾക്ക് കാണുന്നുണ്ട്. അതും കൂടി കണ്ടതും അവൾക്ക് നല്ല പേടി തോന്നി. അപ്പോ തോന്നിയ ഒരു ഐഡിയയില് അവള് വേഗം തന്റെ ഫോൺ എടുത്ത് ഒരു ലൈവ് സ്ട്രീം ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വന്നാലോ? എന്നാൽ ഇതേ സമയം തന്നെ അവളുടെ പിറകിൽ നിന്നിരുന്ന ആളുകൾ കണ്ടിരുന്നില്ല. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ കൂടെ വന്ന ആളെ അവരെ കൊന്നു. അവരാരാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ അവൾ അതങ്ങോട്ട് പറഞ്ഞതും അവളുടെ മുന്നിലേക്ക് നേരത്തെ അവളുടെ കൂടെ ഒരാളുണ്ടായിരുന്നില്ലേ, വെട്ടിമാറ്റിയ അയാളുടെ ഹെൽമറ്റോട് കൂടിയ തല വന്ന് വീഴുന്നത്. ആരെ പേടിച്ചാണ് അവൾ ഈ ഗുഹയിലേക്ക് ഓടിക്കേറിയത്? ഇത് അയാളുടെ ഗുഹയായിരുന്നു. പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയാളാണെങ്കിൽ പുല്ല് വെട്ടുന്ന ലാഘവത്തോടെ അവളുടെ തല വെട്ടി അങ്ങെടുത്തു. ഇവിടെ ഇതേ സമയം നമ്മൾ കപ്പിൾസ് ആണെങ്കിൽ ബോട്ടെല്ലാം ഒതുക്കിയിട്ട് വിശ്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കിടക്കാനായിട്ട് പായോ തലങ്ങണയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു സിങ്ക് പോലെ കെട്ടിയിട്ട് അതിനകത്തായിട്ടാണ് കിടക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെയാണ് സ്റ്റേ. കുറെ ചുള്ളിക്കമ്പൊക്കെ പറക്കി കൂട്ടി തീയൊക്കെ ഉണ്ടാക്കി പാചകം നമ്മുടെ നിക്കിന്റെ വകയായിട്ടായിരുന്നു. അങ്ങനെ രാത്രിയായി. ഉറക്കം വരാത്തത് കാരണം മായ നമ്മുടെ നിക്കുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ മാരീഡ് ആണോ? അവളുടെ ആ ചോദ്യത്തിന് നിക്ക് ചിരിക്കുകയാണ് ചെയ്തത്. എന്റെ ജീവിതം ഈ കാടിനുള്ളിലാണ്. അതുകൊണ്ട് എനിക്ക് വൈഫും കുട്ടികളൊന്നുമില്ല. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. പുള്ളിക്കും ഇത് തന്നെയായിരുന്നു പണി. നമ്മൾ ഈ കാട്ടില് നിധിയൊക്കെ തേടി പോയില്ലേ, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അന്വേഷിച്ച് ആളും ഈ കാട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം ഈ കാനിബൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിയെ മനുഷ്യന്റെ അസ്ഥികൂടങ്ങളൊക്കെ ഒരുപാട് കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെയും കാണാതായി. അദ്ദേഹത്തെ ആ നരഭോജികൾ കൊന്നതായിരിക്കുമോ? എന്നാൽ അതിന് നിക്ക് മറുപടി ഒന്നും പറയുന്നില്ല. കുറച്ചു നാളുകൾക്ക് മുന്നേ കമ്പനി അയച്ച കുറച്ചു പേര് ഇവിടെ മരം വെട്ടാൻ വന്നിരുന്നു. ആ കൂട്ടത്തില് ഈ നരഭോജികളുടെ ക്രൂരതയ്ക്കിരയായ ഒരാളുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ അയാള് അവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷേ ആ നരഭോജികള് അയാളുടെ കാലിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. അവരെന്തിനാ അങ്ങനെ ചെയ്തത്? അത് കാട്ടിലെ മനുഷ്യർക്ക് കറണ്ട് ഒന്നും ഇല്ലല്ലോ. മാംസം കേടാവാതെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജും ഇല്ല. അത് കാരണം അവര് തങ്ങളുടെ ഇരയെ ജീവനോടെ കാട്ടിലൂടെ നടത്തിക്കും. ആളെ കൊന്നുകഴിഞ്ഞാൽ ബോഡി അഴുകാൻ തുടങ്ങില്ലേ. പക്ഷേ കാലിൽ വെട്ടി പരിക്കേൽപ്പിച്ചാൽ അയാൾക്ക് ഓടി രക്ഷപ്പെടാനും പറ്റില്ല, പെട്ടെന്ന് മരിച്ചു പോകത്തുമില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോ വേണമെങ്കിലും അയാളെ കൊന്നു തിന്നാനും പറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇരയെ പിടിച്ച് വല്ല കൂട്ടിലടച്ചിട്ടാ പോരെ. ഇവരുടെ കൂടെ നരഭോജികളായ ഒരുപാട് കുട്ടികളുണ്ട്. വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കൂടി വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ ശേഷം എല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. കുറെ കഴിഞ്ഞതും എന്തോ ശബ്ദം പോലെ കേട്ടതും ജാസ്മിൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഒരു പക്ഷേ തോന്നിയതാകാം. എന്തായാലും യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നിയതും അവൾ എഴുന്നേറ്റ് കാടിന്റെ അല്പം ഉള്ളിലേക്ക് പോകുന്നു. എല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് പെട്ടെന്ന് അജയ് വന്ന് അവളെ പിറകിലോട് പിടിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, 2 പേരും കൂടി ഡിങ്കോൾഫി ആയിരുന്നു. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഒളിച്ചും പാത്തും? ഇനി കുറച്ചു നാളും കൂടി സഹിച്ചാ മതി. എല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് അവരെ ഡിവോഴ്സ് ചെയ്യാം. അല്പനേരം കൂടി നിന്ന് സൊല്ലിയ ശേഷം 2 പേരും തിരികെ ക്യാമ്പിലേക്ക് പോകുന്നു. എന്നാൽ ഇവരുടെ ഈ സംസാരമെല്ലാം റിച്ചിയും മായയും കേൾക്കുന്നുണ്ടായിരുന്നു. മായയ്ക്ക് ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നറിയില്ല. അവള് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ റിച്ചിക്ക് തന്റെ വികാരത്തെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞുപോയി. അങ്ങനെ നേരം വെളുത്തു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ റിച്ചിയെ കാണുന്നില്ല. അവരുടെ ഒരു ബോട്ട് മിസ്സിംഗ് ആണ്. ആരോടും പറയാതെ ബോട്ടും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയതായിരിക്കും? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എല്ലാവരും വേഗം തന്നെ ബോട്ടും എടുത്തുകൊണ്ട് റിച്ചി അന്വേഷിച്ചിറങ്ങുന്നു. അല്പദൂരം മുന്നിട്ടേക്ക് ചെന്നപ്പോഴും 2 വഴിയായിട്ടാണ് തിരിയുന്നത്. ഒരു വഴിയാണെങ്കിൽ നല്ല രീതിയിൽ കുത്തൊഴുക്കുള്ള സ്ഥലം, മറ്റേത് സാധാരണ പോലെ. എങ്കില് ആ വഴിയെ പോകാമെന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. അത് പറ്റില്ല, അത് നരഭോജികളുടെ അടുത്തേക്കുള്ള വഴിയാണ്. ഈ വഴി അവൻ പോകാൻ ഒരു ചാൻസും ഇല്ല. ഇതുവഴി തന്നെ ആയിരിക്കും അവൻ പോയിട്ടുണ്ടാവുക. നിക്ക് എത്ര പറഞ്ഞു നോക്കിയിട്ടും അതൊന്നും അജയ് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഒടുക്കം അവരാ നരഭോജികളുടെ അടുത്തേക്കുള്ള വഴി തന്നെ തെരഞ്ഞെടുക്കുകയാണ്. ആ വഴിയെ അല്പദൂരം തൊഴിഞ്ഞു മുന്നോട്ടേക്ക് പോയതും പകുതി എത്തിയപ്പോഴേക്കും വിചാരിച്ചതുപോലെ തന്നെ റിച്ചിയുടെ ബോട്ട് അവർ കണ്ടു. അജയ് നോക്കുമ്പോൾ അവന്റെ ലൈഫ് ജാക്കറ്റ് ഒരു സൈഡിലായിട്ട്
കിടക്കുന്നു. എങ്കില് തീർച്ചയായിട്ടും അവൻ ഈ കാടിനുള്ളിലേക്ക് പോയി കാണും. ഞാൻ ഇവിടെ നിന്നോളാം. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കണ്ടുപിടിച്ച് തിരികെ വരാൻ പറ്റുമെങ്കിൽ വാ. നിക്ക് പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് ബാക്കി 3 പേരും കൂടി റിച്ചിയെ അന്വേഷിച്ച് കാടിനുള്ളിലേക്ക് പോകുന്നു. നല്ല കൊടൂര കാട്. മനുഷ്യന് പോയിട്ട് മൃഗങ്ങളെ പോലും കാണാനില്ല. പോകുന്ന വഴിക്ക് കുറെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തേക്കുന്നവർ കാണുന്നുണ്ട്. അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം കണ്ടതും എല്ലാവരും ശരിക്കും പേടിക്കുന്നു. പക്ഷേ റിച്ചിയെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അത് കാരണം അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. നടന്ന് ചെന്നെത്തുന്നതാണെങ്കിലോ തുടക്കത്തില് ബൈക്ക് റൈഡറായ ഒരു ലേഡി ഓടിക്കേറിയ ഒരു ഗുഹയില്ലേ, അതേ ഗുഹയുടെ മുന്നിൽ. ഇവിടെ ഇതേ സമയം അവർ തിരികെ വരുന്നതും കാത്തിരിക്കുവാണ് നിക്ക്. അപ്പോഴാണ് കാടിനുള്ളിൽ കൂടി ആരോ നടക്കുന്നത് പോലെ ഒരു ശബ്ദം. ഒരു പക്ഷേ അത് റിച്ചി ആയിരിക്കോ? സംശയം മാറ്റാനായിട്ട് അയാൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ചയിൽ അയാൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ പുല്ലുകൊണ്ട് പോച്ച കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന കുറെ മനുഷ്യരൂപങ്ങൾ. അതിനകത്തായിട്ട് നരഭോജികൾ കൊന്നു തിന്ന മനുഷ്യരില്ലേ, അവരുടെ വസ്ത്രങ്ങളാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. മാത്രമല്ല മരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ രൂപങ്ങൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുന്നേ നിക്കിന്റെ ഗ്രാൻഡ് ഫാദറെ കാണാതായെന്ന് പറഞ്ഞില്ലേ, കാണാതായ തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ തൊപ്പിയും ഡ്രസ്സുമെല്ലാം ഒരു രൂപത്തിൽ അവൻ കാണുന്നത്. എല്ലാം കൊണ്ടും അവൻ ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ്. എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി നിക്ക് കാണുന്നതോ ഒരു പാവയുടെ രൂപത്തില് കണ്ണടച്ചു കിടക്കുന്ന നരഭോജിയെയും. അയാളെ കണ്ടതും നിക്ക് ഒരൊറ്റ ഓട്ടം ഓടുന്നു. നേരെ ഓടിച്ചെന്ന് തന്റെ ബോട്ടിൽ കയറി ബോട്ടും എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് വെള്ളത്തിനടിയിൽ കൂടി വന്ന മറ്റൊരു നരഭോജി അവന്റെ കഴുത്ത് അറുത്തെടുക്കുന്നത്. ഇതേ സമയം ഇവിടെ റിച്ചി അന്വേഷിച്ചു വന്ന 3 പേര് നേരെ ആ ഗുഹയിലേക്കാണ് ചെന്ന് കയറുന്നത്. ചെന്ന് കയറിയപ്പോഴേ ജാസ്മിന്റെ കയ്യിൽ കിട്ടുന്നതാണെങ്കിൽ തുടക്കത്തിൽ കാണിച്ച റൈഡേഴ്സ് ഇല്ലേ, അതിൽ ഒരാളുടെ ഹെൽമെറ്റ് ആയിരുന്നു. അവൾ അതങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് റിച്ചി പിറകിൽ കൂടി എന്നുള്ള പേടിപ്പിക്കുന്നത്. 3 നല്ല ജീവനങ്ങ് പോയി. നീ ഇതെവിടെ പോയതാ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോ കരുതി ഇവിടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാന്ന്. എന്തായാലും ആപത്തൊന്നുമില്ലാതെ ആളെ തിരിച്ചു കിട്ടിയല്ലോ. അങ്ങനെ 4 പേരും കൂടി തിരികെ നടക്കാൻ തുടങ്ങി. ഏറ്റവും പിറകിലായിട്ടാണ് റിച്ചി അജയ് നടക്കുന്നത്. അജയ്, നീ നിന്റെ ഫോൺ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വെറുതെ ഈ ഫോൺ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതും പറഞ്ഞ് അജയുടെ ഫോൺ എടുത്ത് റിച്ചി അവന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൽ നിറയെ അജയും ജാസ്മിനും ചേർന്നുള്ള ഫോട്ടോസ് ആയിരുന്നു. അതെല്ലാം റിച്ചി കാണുകയും ചെയ്തു. അജയ് ആണെങ്കിൽ ഒന്നും പറയാനാകാതെ നിന്നുപോയി. അല്ല, ഇനി പറഞ്ഞിട്ടെന്തിനാ? അങ്ങനെ അവർ 4 പേരും തിരികെ ബോട്ടിന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവിടെ നിക്കിന് കാണുന്നില്ല. ഒരു പക്ഷേ തങ്ങളെ കാണാത്തത് കൊണ്ട് തിരികെ പോയതായിരിക്കും അവർ കരുതുന്നു. അധികമൊന്നും ചിന്തിക്കാതെ 4 പേരും കൂടി ബോട്ടും എടുത്ത് തിരികെ പോകുന്നു. തിരികെ തങ്ങളുടെ ക്യാമ്പിന്റെ അടുത്ത് എത്തിയതും ദേ കിടക്കുന്നു നിക്കിന്റെ ബോട്ട്. മാത്രമല്ല അവിടെ ചരുവത്തിലായിട്ട് എന്തോ തിളപ്പിക്കാൻ വെച്ചേക്കുന്നു. ചിലപ്പോ നിക്ക് വല്ല ചീനിയോ കാച്ചിലോ പുഴുങ്ങാൻ വെച്ചതായിരിക്കും. ആകാംക്ഷയോടെ നമ്മുടെ ജാസ്മിനും മായം കൂടി ഓടിച്ചെന്ന് നോക്കുന്നു. പക്ഷേ അത് ചീനി ആയിരുന്നില്ല, നല്ല അസല തലക്കറിയായിരുന്നു. നിക്കിന്റെ തല വെട്ടി നല്ല കൊടമ്പുളിയിട്ട് വറ്റിച്ചെടുത്ത തലക്കറി. ഈ കാഴ്ച കണ്ടതും അജയ് റിച്ചിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ ഒരുത്തം കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത്? നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. രണ്ടും കൂടി അവിടെ കിടന്ന് അടിയാവുമെന്ന് മനസ്സിലായതും പെട്ടെന്ന് മായ വന്നവർ പിടിച്ചു മാറ്റുന്നു. ഇവിടെ കിടന്നിങ്ങനെ വഴക്കൂടിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. അങ്ങനെ അടിയൊക്കെ മാറ്റി വെച്ചിട്ട് 4 പേരും കൂടി ബോട്ടെടുത്ത് തിരിക്കുന്നു. അല്പദൂരം മുന്നോട്ടേക്ക് ചെന്നത് കാണുന്നത് വഴിയുടെ കുറുക്കെയായിട്ട് ഒരു മരം വീണ് കിടക്കുന്നതാണ്. ഇതുവഴി ഇനി എങ്ങനെ പോകാനാ? 4 പേരും വേഗം ബോട്ടിൽ നിന്ന് ഇറങ്ങി. ശേഷം ബോട്ടുകൾ മാത്രം മരത്തിനടിയിലുള്ള ഗ്യാപ്പിലൂടെ അപ്പുറത്തേക്ക് കടത്തിവിടുന്നു. മരം ചാടി കടന്ന് ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് പോയി. നിക്കി ഇറങ്ങാനായിട്ട് വന്നപ്പോഴാണ് വെള്ളത്തിനടിയിൽ കൂടി ഒരു നരഭോജി ചാടി വന്ന് അവന്റെ കയ്യിൽ വെട്ടുന്നത്. വീണ്ടും വെട്ടാൻ വന്നതും അവൻ പെട്ടെന്ന് തടയുന്നു. അപ്പോഴേക്കും റിച്ചിയും അങ്ങോട്ടേക്ക് ഓടി വന്നിരുന്നു. ആ നരഭോജി റിച്ചിയും വെട്ടാനായിട്ട് ചെന്നതും ജാസ്മിൻ ബോട്ടിൽ നിന്നൊരു കത്തിയെടുത്ത് അജയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവൻ ആ കത്തി വെച്ച് നരഭോജിയുടെ നെഞ്ചിലിട്ടൊരു ഒറ്റ കുത്ത്. അതോടെ അതിന്റെ കാറ്റ് പോയി. എപ്പോഴും അങ്ങോട്ട് മാത്രം കൊടുത്ത പോരല്ലോ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് മേടിക്കണ്ടേ? പക്ഷേ ഇവിടെ ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ ഒഴുക്കിൽപ്പെട്ട് ആ 2 ബോട്ടുകൾ ഒഴുകിപ്പോയിരുന്നു. അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു ആ ബോട്ടുകൾ ചെന്ന് വീണതും. അതുകൊണ്ട് തന്നെ പിറകെ ചെന്ന് പിടിക്കാൻ നോക്കിയെങ്കിലും അവർക്കൊണ്ട് അതിന് സാധിച്ചില്ല. എങ്കിലും ബോട്ട് പോകുന്ന ഡയറക്ഷൻ നോക്കി അവർ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. ഇതേ സമയം നേരത്തെ അജയ് കുത്തിയൊരു നരഭോജി ഇല്ലേ, അയാൾ ചത്തില്ലായിരുന്നു കേട്ടോ. ഒരു വിധത്തില് നിരങ്ങി കരയിലേക്ക് കയറി വരുമ്പോഴാണ് അയാളുടെ അടുത്തേക്ക് അയാളുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു നരഭോജി വരുന്നത്. കണ്ടിട്ട് ഈ നരഭോജികളുടെയൊക്കെ ഒരു തലവനാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ രക്ഷിക്കാൻ വന്നതല്ല കേട്ടോ. ഒരുത്തൻ ചത്ത അന്നത്തെ ഫുഡ് കുശാലല്ലേ, ഒരു കോടാലി കൊണ്ട് അങ്ങനെ വെട്ടി അങ്ങ് കൊന്നു കളഞ്ഞു. പക്ഷേ തീർന്നില്ല, നെഞ്ചു തുറന്ന് അങ്ങേരുടെ ഹൃദയം പുറത്തേക്കെടുത്ത ശേഷം അത് പച്ചയ്ക്ക് കടിച്ചങ്ങ് തിന്നുകയാണ്. നല്ല പച്ചയായ മനുഷ്യൻ. ഇവിടെ ഇവർ 4 പേരും വഴി അറിയാതെ എങ്ങോട്ടെന്നില്ലാതെ കാട്ടിലൂടെ കിടന്ന് ഓടുകയാണ്. എത്ര കൊണ്ടോടിയിട്ടും ഒരു പ്രയോജനമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് നിക്ക് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മായക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ 4 പേർക്കും ഈ കാട് വിട്ട് പോകാൻ പറ്റില്ലെന്ന് നരഭോജികൾക്കറിയാം. അതുകൊണ്ട് ഇവർ ഈ കാട്ടിലൂടെ ഇട്ട് വട്ടം ചുറ്റിച്ച ശേഷം പതിയെ ഓരോരുത്തരുടെ വീതം കൊന്നു തിന്നാനാണ് അവരുടെ
അവരുടെ പ്ലാൻ. പക്ഷേ വെറുതെ ചെന്നങ്ങ് നിന്ന് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ രാത്രിയായി. നടന്ന് നടന്ന് ഒരു പരുവായിട്ടുണ്ട്. കൂടെ ഒടുക്കത്ത വിശപ്പും. അവർ നമ്മൾ ഈ കാട് വിട്ടു പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. ഇന്ന് രാത്രി ഇവിടെ ഞാൻ കാവലിരിക്കാം, നിങ്ങൾ പോയി ഉറങ്ങിക്കോളൂ. അതും പറഞ്ഞ് റിച്ചി അവർക്ക് കാവലിരിക്കാൻ തുടങ്ങി. പക്ഷേ മായക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൾ വന്ന് റിച്ചിയുടെ അടുത്തിരിക്കുന്നു. ശേഷം കഴിക്കാനായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴവും കൊടുക്കുന്നുണ്ട്. എനിക്ക് വിശപ്പില്ല മായ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. നിനക്ക് എന്താ എത്ര ടെൻഷൻ? ജാസ്മിൻ പ്രഗ്നന്റ് ആണ്. പക്ഷേ അത് എന്റെ കുഞ്ഞല്ല. കാരണം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഇത് അജയുടെ കുഞ്ഞാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ അവൾ ചതിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും അവൾ ഇവിടുന്ന് രക്ഷിക്കണം. തന്റെ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞിട്ടും അവളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു റിച്ചി. കാരണം അവളെ അത്ര ഇഷ്ടമാണ് അവന്. ഒരുപാട് സമയം കഴിഞ്ഞുപോയി. അടുത്തതായിട്ട് അജയുടെ ടേൺ ആണ് കാവലിരിക്കാൻ. അവൻ തന്റെ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോഴാണ് ഒടുക്കത്തെ കൊതുക് കടി. ഇവിടെ ഇരുന്നാൽ കുത്തുകിട്ടി ഒരു പരുവമാവുമെന്ന് മനസ്സിലായതും അവൻ മൊബൈലും കൊണ്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് അവന്റെ കാലിച്ചെളിയിലേക്ക് പൂഴ്ന്നു പോകുന്നത്. അവന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. മൊബൈൽ ഓഫ് ചെയ്ത് മാറ്റിവെച്ച് വേഗം തന്നെ ആ ചെളിയിലേക്ക് കിടക്കുന്നു. ശേഷം ദേഹം മുഴുവനും ആ ചെളി വാരി അങ്ങ് പൂശുവാണ്. ശരീരം മുഴുവനും ചെളിയിലേക്ക് പൂഴ്ത്തി വെച്ചിട്ട് തല മാത്രം പുറത്തേക്ക് വെച്ച് കിടക്കുന്നു. നരഭോജികളുടെ ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും വിചാരിച്ചതുപോലെ തന്നെ നരഭോജി അവിടേക്ക് വരുന്നു. അജയ് ചെളിയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നരഭോജി അവനെ കണ്ടില്ല. ബാക്കിയുള്ള 3 പേരെ ലക്ഷ്യം വെച്ച് ആ നരഭോജി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയതും അജയ് ചാടി വീണ് അതിനെ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. പിന്നീട് 2 പേരും കൂടി ഒരു ഫൈറ്റ് ആണ്. ശബ്ദം കേട്ടുകൊണ്ട് റിച്ചയും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. എന്നാൽ നരഭോജിയുടെ അടി കിട്ടിയതും അജയ് താഴെയുള്ള ഒരു കുഴിയിലേക്ക് തെന്നി വീണുപോയി. ഒരു കല്ലിൽ ചെന്ന് തലയിടിച്ച് അവന്റെ ബോധം പോവുകയും ചെയ്തു. പിന്നീട് കുറെ നേരം കഴിഞ്ഞിട്ടാണ് അവന് ബോധം വരുന്നതും. ബോധം വന്നതും ശബ്ദമുണ്ടാക്കാതെ അവൻ പതിയെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നരഭോജികളെല്ലാം കൂടി ചേർന്ന് റിച്ചിയെ കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവനെ ഇട്ട ശേഷം അവര് മാറി നിന്ന് എന്തോ സംസാരിക്കുവാണ്. ചിലപ്പോ എങ്ങനെ കറിവെക്കണം എന്നുള്ള ചർച്ചയിലായിരിക്കും. ഈ ഗ്യാപ്പ് നോക്കി അജയ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഐ ആം സോറി റിച്ചി, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിനക്ക് പ്രോമിസ് തരുന്നു, ഉറപ്പായിട്ടും ഞാൻ ജാസ്മിനെയും മായയെ രക്ഷിച്ചിരിക്കും. എന്നാൽ ഇത് കേട്ട റിച്ചി തന്നെയും ഇവിടുന്ന് രക്ഷിക്കാൻ അവനോട് കാല് പിടിച്ച് പറയുവാണ്. പക്ഷേ ഇത്രയും നരഭോജികളുടെ ഇടയ്ക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റും? വേഗം തന്നെ അവരവനെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോകുന്നു. അവനെ നേരെ ആ നരഭോജികളുടെ താവളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ശേഷം നിക്ക് പറഞ്ഞതുപോലെ തന്നെ അവന്റെ കാല് മുറിച്ചുവിടും. ശേഷം അവനെ ആ കാട്ടിലൂടെ ഓടാൻ വിടുകയാണ്. തന്നെ അവർ വെറുതെ വിട്ടതാണെന്ന് കരുതി റിച്ചിയും പതുക്കെ പതുക്കെ ഓടാൻ തുടങ്ങി. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ നരഭുജിയായ കുട്ടി വന്ന് അവനെ കൊന്നു കളയുകയാണ്. അങ്ങനെ നേരം വെളുത്തു. ഇതൊന്നും അറിയാതെ ജാസ്മിനും മായയാണെങ്കിൽ നല്ല ഉറക്കത്തിലും. അങ്ങോട്ടേക്ക് വന്ന അജയുടെ കോലം കണ്ടതും 2 പേരും ഞെട്ടിപ്പോയി. എന്നാൽ ജാസ്മിൻ തിരക്കിയത് റിച്ചിയായിരുന്നു. മായയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവൻ നമുക്ക് മുന്നേ പോയിട്ടുണ്ട്. രക്ഷപ്പെടാൻ വല്ല ജീപ്പോ മറ്റോ കിട്ടുമെന്നറിയാൻ വേണ്ടി പോയതാ. ഉടനെ തന്നെ അവൻ തിരികെ വരും. അത്രയും പറഞ്ഞ് അവരെയും കൊണ്ട് അജയ് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ കൊടും കാടാണ്. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടന്നതും അവർ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ തൊട്ടടുത്താണ് ഇവർ വന്ന നദിയുള്ളത്. 3 പേരും കൂടി വേഗം അങ്ങോട്ടേക്ക് ഓടുന്നു. എന്നാൽ അവരുടെ പിറകെ തന്നെ നരഭോജികൾ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അവര് വീണ്ടും കാടിനുള്ളിലേക്ക് തന്നെ കയറി ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടുന്ന വഴിക്ക് ജാസ്മിൻ ചെന്ന് വീഴുന്നത് നരഭോജികൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ട്രാപ്പിലേക്കായിരുന്നു. നിറയെ മുള്ളുകൾ കുത്തിവെച്ചിരിക്കുന്ന വലിയൊരു കുഴി. അതിലൊരു മുള്ളാണെങ്കിൽ ജാസ്മിന്റെ തൊള്ളിലൂടെ കുത്തി ഇറങ്ങിയിട്ടുണ്ട്. കുഴിയിലേക്ക് ഞാൻ ഇറങ്ങാം, ഞങ്ങളെ 2 പേരെയും നീ വേണം മുകളിലേക്ക് വലിച്ചു കയറ്റാൻ. ഒരു മരത്തിന്റെ വള്ളിയേക്ക് ദേഹത്ത് ചുറ്റി അജയ് മായയെ പതിയെ കുഴിയിലേക്ക് ഇറക്കുകയാണ്. കുഴിയിലേക്ക് ഇറങ്ങി ജാസ്മിന്റെ ദേഹത്ത് കുത്തി കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മായയും ജാസ്മിനെയും കൂടി അജയ് പതിയെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. കമ്പ് കുത്തിയിറങ്ങിയത് കാരണം ജാസ്മിൻ ആണെങ്കിൽ ഒടുക്കത്തെ വേദന. പക്ഷേ നിൽക്കാൻ സമയമില്ല. നരഭോജികൾ എപ്പോ വേണമെങ്കിലും വരാം. അങ്ങനെ 3 പേരും വീണ്ടും ഓടാൻ തുടങ്ങി. ഓടി ഓടി അവരൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയതും പെട്ടെന്ന് നിക്ക് പറഞ്ഞൊരു കാര്യം മായക്ക് ഓർമ്മ വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിന് ശേഷമുള്ള കാട് കഴിഞ്ഞുള്ള സ്ഥലം ഇവരുടെയാണ്. അവിടെ എത്തിയാൽ വേഗം റോഡിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ 3 പേരും കൂടി ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടുന്നു. വെള്ളത്തിലൂടെ നടന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് ചെന്നതും അവരുടെ നേരത്തെ നഷ്ടപ്പെട്ടു പോയ ബോട്ടും അവിടെ വെച്ച് അവർക്ക് കിട്ടുന്നുണ്ട്. ആ ബോട്ട് കണ്ടിട്ട് ശ്വാസം തിരിച്ചു കിട്ടിയ ഫീൽ ആയിരുന്നു 3 പേർക്കും. അങ്ങനെ പിന്നീടുള്ള യാത്ര മുഴുവനും ബോട്ടിലായിരുന്നു. കുറെ ദൂരം അവർ ആ ബോട്ടിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോയി. അപ്പോഴേക്കും മായയും ജാസ്മിനും അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. അവരെ ഉണർത്താതെ തന്നെ അജയ് പതിയെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. ശേഷം വീണ്ടും കാടിനുള്ളിലേക്ക് തന്നെ നടന്നു കയറുന്നു. ഒരിടത്തെത്തിയതും അവൻ തന്റെ ഫോൺ ഓൺ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഇത് പറയാൻ എനിക്ക് ഭാഷയും വേണ്ട. അതും പറഞ്ഞ് നല്ല പച്ചത്തെറിയും കൂടെ മിഡിൽ ഫിംഗറും കൂടി കാണിക്കുന്നുണ്ട്. ഇത്രയും റെക്കോർഡ് ചെയ്ത ശേഷം അവൻ ആ ഫോൺ ഒരു മരത്തിലേക്ക് വെക്കുന്നു. ഇതേ സമയം ആരോ സംസാരിക്കുന്നത് കേട്ടതും ആ നരഭോജി പതിയെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വരാൻ തുടങ്ങി. ചെന്ന് നോക്കിയപ്പോഴോ നേരത്തെ നമ്മുടെ അജയ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു പ്ലേ ആയത്. ഇതെന്ത് കുന്തമാണെന്ന് മനസ്സിലാകാതെ
അങ്ങേരെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിറകിൽ കൂടി വന്ന അജയ് അവന്റെ കത്തി വെച്ച് നരഭോജിയുടെ കവിള് നോക്കി ഒരെണ്ണം കൊടുക്കുന്നത്. പിന്നീട് രണ്ട് കൂടി ഒരു ഫൈറ്റ് ആയിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ അജയ്ക്ക് ആ നരഭോജിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അജയ് പിടിച്ച് ഒരു മരത്തിലേക്ക് ചാരി നിർത്തിയ ശേഷം അവന്റെ കഴുത്ത് വെട്ടാനായിട്ട് പോയപ്പോഴാണ് ബോട്ടിൽ മയങ്ങിക്കിടക്കുന്ന ജാസ്മിനെയും മായയും ആ നരഭോജി കാണുന്നത്. അയാൾ പെട്ടെന്ന് അജയ് ഒരു മരത്തിലേക്ക് കെട്ടിയിടുന്നു. ശേഷം അവന്റെ കത്തി ആ മരത്തിൽ തന്നെ കുത്തിവെക്കും. മായയും ജാസ്മിനുള്ള ബോട്ട് അടുത്തെത്താറായതും അതിലേക്ക് ചാടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നരഭോജി. എന്നാൽ അപ്പോഴേക്കും അജയ് ആ കത്തി വലിച്ചൂരിയെടുത്ത് അവന്റെ കഴുത്തിൽ കയറ് മുറിച്ചിരുന്നു. ശേഷം അതേ കത്തി കൊണ്ട് തന്നെ നരഭോജിയുടെ നടുവിന് നോക്കി ഒരു ഒറ്റയേറ്. പക്ഷേ എന്നിട്ടും അയാൾ അടങ്ങിയില്ല. അവരുടെ അടുത്തേക്ക് ചെന്ന് വീണ്ടും അവരെ കൊല്ലാനുള്ള പുറപ്പാടിലാണ്. പക്ഷേ അജയ് വിട്ടുകൊടുത്തില്ല. കയ്യിൽ തടഞ്ഞ വലിയൊരു കത്തി എടുത്തുകൊണ്ട് നരഭോജിയുടെ കഴുത്ത് അറുത്തങ്ങ് മാറ്റി. അയാളെ കൊല്ലുന്ന സമയത്തെല്ലാം അവന്റെ മനസ്സ് മുഴുവൻ റിച്ചിയായിരുന്നു. റിച്ചിയെ കൊന്നതിന്റെ ദേഷ്യം മുഴുവനും അവൻ തീർത്തത് അയാളിലാണ്. അങ്ങനെ ആ നരഭോജിയെ കൊന്നതിന് ശേഷം അവൻ വീണ്ടും ജാസ്മിന്റെ മായയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അപ്പോൾ അവൻ കാണുന്ന കാഴ്ച കാട്ടിലൂടെ ഒരുപാട് നരഭോജികൾ ഇവരുടെ അടുത്തേക്ക് വരുന്നതാണ്. എന്തായാലും 3 പേർക്കും ഒരുമിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അജയ്ക്ക് ഉറപ്പായി. മാത്രമല്ല റിച്ചി ഇവർ കൊന്നതിന്റെ പകയവനുണ്ടായിരുന്നു. അവൻ വേഗം ജാസ്മിന്റെ മായയുടെ ബോട്ട് മുന്നോട്ടേക്ക് തള്ളിവിടുന്നു. കൂടെ വരാൻ മായ കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അത് നടക്കുന്ന കാര്യമില്ലെന്ന് അവൻ അറിയാം. അങ്ങനെ റിച്ചിക്ക് കൊടുത്ത പ്രോമിസ് പോലെ മായയും ജാസ്മിനെയും അവിടെ നിന്ന് രക്ഷിച്ചു വിട്ടുകൊണ്ട് അവൻ നേരെ നരഭോജികളുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ നിമിഷം അവന്റെ മനസ്സിൽ റിച്ചി മാത്രമേ ഉള്ളായിരുന്നു. അവൻ നേരെ ആ നരഭോജികളുടെ കൂട്ടത്തിലേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷേ അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര നരഭോജികളെ അവൻ കൊല്ലുന്നുണ്ട്. പക്ഷേ ഒടുവിൽ നരഭോജികളെല്ലാം ചേർന്ന് അവനെ കൊന്നുകളയുകയാണ്. അവൻ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് 3 പേരും ഒന്നിച്ച് രക്ഷപ്പെടുന്നത് എന്തായാലും പോസിബിൾ അല്ല. അതുകൊണ്ട് ജാസ്മിനെയും മായ രക്ഷിക്കാൻ വേണ്ടി അവൻ സ്വയം സാക്രിഫൈസ് ചെയ്തായിരുന്നു. അവര് അജയുടെ പിന്നാലെ വരുന്ന സമയം നോക്കി മറ്റ് 2 പേർക്ക് കൂടുതൽ രക്ഷപ്പെടുകയും ചെയ്യാം. അവന്റെ പ്ലാൻ പോലെ തന്നെ ജാസ്മിനും മായയെ രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഇവരുടെ ബോട്ട് ചെന്ന് നിൽക്കുന്നത് ഒരു വലിയ മലയുടെ അടുത്തായിട്ടാണ്. ഈ മലയുടെ അപ്പുറത്തെ വശത്താണ് ഇവർക്ക് പോകേണ്ട സ്ഥലവും. അങ്ങനെ 2 പേരും പാറയിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഒടുക്കം കുറെ കഷ്ടപ്പെട്ട് അവര് കാടിന് വെളിയിലേക്ക് എത്തുന്നു. അവർ ആ റോഡിൽ കൂടി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ ഇവരുടെ അടുത്തേക്ക് ഒരു കാറും വരുന്നുണ്ട്. കാറിലുണ്ടായിരുന്നവർ ഇവരുടെ കൊലം കണ്ട് വേഗം തന്നെ അവരെ വന്ന് രക്ഷിക്കുന്നു. അങ്ങനെ ആ കാറിൽ കയറി രക്ഷപ്പെടുന്ന ജാസ്മിനെയും മായയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.